എല്ലാവർക്കും നമസ്കാരം. ദീപാവലി ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദിവാളി. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസി വിളക്ക് തെളിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷിക്കുന്നു. കൂടാതെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. തമസോമാ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം. ഇരുളിറ്റമേൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമാണ് ഈ ഉത്സവത്തിന്റെ സന്ദേശം. ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവാസുരന്മാർ പാലാഴി കടഞ്ഞപ്പോൾ ലക്ഷ്മി ദേവി അതിൽ നിന്നും അവതാരമെടുത്തെന്നും ലക്ഷ്മി ദേവിയുടെ ഈ അവതാര ദിവസം ദീപാവലിയായി ആഘോഷിക്കുന്നു എന്നുമാണ്. സമ്പത്തിന്റെ ഭഗവതിയായ ധനലക്ഷ്മിയെ പൂജിക്കുന്ന സമയം കൂടിയാണ് ദീപാവലി. അതിനാൽ ലക്ഷ്മി പൂജ എന്ന പേരിലും ദീപാവലി അറിയപ്പെടുന്നു. ബംഗാളിൽ ദീപാവലി കാളി പൂജയായി ആഘോഷിക്കപ്പെടുന്നു. അമാവാസി ദിവസം കൂടിയായ ദീപാവലി ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് വിശ്വാസം. ആരോഗ്യത്തിന്റെയും ഔഷധത്തിന്റെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തരി അമൃത കലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ആണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷത്തിന്റെ തുടക്കം. വടക്കേ ഇന്ത്യയിൽ ശ്രീരാമൻ രാമരാവണ യുദ്ധത്തിനു ശേഷം സീതാദേവിയും ലക്ഷ്മണനുമൊത്ത് അയോധ്യയിൽ തിരിച്ചുവന്ന ദിവസമായും ഇത് ആചരിക്കുന്നു. കേരളത്തിൽ ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ സ്മരണയ്ക്കായും മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായും ദീപാവലി ആഘോഷിക്കുന്നത്. ഒരു ദിവസം മാത്രമാണ് കേരളത്തിൽ ആഘോഷിക്കുന്നത്. ജൈനമത വിശ്വാസപ്രകാരം മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതിനെ അനുസ്മരിക്കാനായി ദീപാവലി ആഘോഷിക്കുന്നു. കേരളത്തിൽ പാലാഴിയിൽ നിന്നും ലക്ഷ്മി ദേവി അവതരിക്കുകയും മഹാവിഷ്ണുവിനെ പതിയായി സ്വീകരിക്കുകയും ചെയ്ത ദിവസമായ അന്ന് സാമ്പത്തിക ഉയർച്ചയ്ക്കും ഐശ്വര്യവർദ്ധനും അന്നേ ദിവസം ലക്ഷ്മി പൂജയും വീടുകളിലും ക്ഷേത്രങ്ങളിലും ലക്ഷ്മി പൂജയും ഗണേശ പൂജയും നടത്തിവരുന്നു. ഈ ദിവസം വൈകിട്ട് 5 തിരിയിട്ട വിളക്ക് വെച്ച് ധനലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പൂജിക്കുകയും കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം തുടങ്ങി സ്തോത്രങ്ങൾ ചൊല്ലി ആരാധിക്കുകയും ചെയ്തു പോരുന്നു. മഹാലക്ഷ്മി അഷ്ടകം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. അല്ലയോ മഹാമായേ, ശ്രീപീഠേ, ദേവപൂജിതേ, ശംഖചക്രഗദകളെ കയ്യിൽ ധരിച്ചവളെ മഹാലക്ഷ്മി, അവിടത്തേക്ക് എന്റെ നമസ്കാരം. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഗരുഡന്റെ മേൽ വിളങ്ങുന്ന അമ്മേ, കോലാസുരൻ എന്ന അസുരനെ നശിപ്പിച്ചവളും സർവപാപങ്ങളെയും ഹനിക്കുന്നതുമായ അമ്മേ, അവിടത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. എല്ലാം അറിയുന്നവളും എല്ലാ വരങ്ങളും നൽകുന്നവളും ദുഷ്ടന്മാരെ ഭയപ്പെടുത്തുന്ന പേരോടുകൂടിയ അല്ലയോ ദേവി മഹാമായി, എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന മഹാലക്ഷ്മി, അവിടത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. സിദ്ധിബുദ്ധി പ്രദേ ദേവി ബുദ്ധിമുക്തി പ്രദായിനി മന്ത്രമൂർത്തി സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധി, ബുദ്ധി, ലൗകിക സുഖങ്ങൾ, മോക്ഷം തുടങ്ങിയവ നൽകുന്നവളും സദാ മന്ത്രത്തിന്റെ മൂർത്തരൂപവുമായ ദേവി മഹാലക്ഷ്മി, അവിടത്തെ ഞാനിതാ നമിക്കുന്നു. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗ സംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. അനന്തമായ ദേവിയും ആദിശക്തിയെ പ്രതിനിധീകരിക്കുന്നവളുമായ മഹേശ്വരി, യോഗയിൽ നിന്ന് ജനിച്ചവളും എല്ലാ യോഗികളുടെ മനസ്സിലുമുള്ളവളുമായ അമ്മേ മഹാലക്ഷ്മി, അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂലവും സൂക്ഷ്മവും ഭയാനകവുമായ രൂപങ്ങളിൽ കാണപ്പെടുന്നവളെ, ആ മഹത്തായ ഊർജം പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതിനായി മഹത്തായ ഗർഭപാത്രത്തിൽ സൂക്ഷിക്കുന്നവളും മഹാപാപങ്ങളുടെ നാശകാരിയുമായ അമ്മേ മഹാലക്ഷ്മി, അവിടത്തെ ഞാൻ താൻ നമിക്കുന്നു. പത്മാസന സ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. പത്മാസനത്തിൽ താമരയിൽ ഇരിക്കുന്ന ദേവി, പരമാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന രൂപമുള്ള അമ്മേ, പരമാത്മാവും പ്രപഞ്ചമാതാവുമായ മഹാലക്ഷ്മി, അവിടുത്തെ ഞാനിതാ വണങ്ങുന്നു. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. വെളുത്ത വസ്ത്രം ധരിച്ചവളും രത്നങ്ങളും വിവിധ ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചവളും ലോകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചമാതാവുമായ മഹാലക്ഷ്മി, അവിടുത്തെ ഞാനിതാ നമിക്കുന്നു. മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം യപഠേത് ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ഏകകാലേ പടേ നിത്യം മഹാപാപ വിനാശനം ദ്വികാലം യപഠേ നിത്യം ധനധാന്യ സമന്വിതം ത്രികാലം യപഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മിർഭവേ നിത്യം
പ്രസന്ന വരദാശുഭ. ഭക്തിയുക്തനായ ഏതൊരു വ്യക്തി ഈ മഹാലക്ഷ്മി അഷ്ടകത്തെ പഠിക്കുന്നുവോ അവൻ സർവസിദ്ധികളെയും രാജ്യത്വത്തെയും പ്രാപിക്കുന്നു. ദിവസം ഒരിക്കൽ ജപിച്ചാൽ മഹാപാപങ്ങളെല്ലാം നശിക്കും. 2 പ്രാവശ്യം ജപിച്ചാൽ ധനധാന്യങ്ങൾ വർദ്ധിക്കും. 3 പ്രാവശ്യമായാൽ ശത്രുക്കൾ നശിക്കും. ശുഭയായ ലക്ഷ്മി അവനിൽ പ്രസാദിക്കും. ഇത് ഇന്ദ്രവ്രതം മഹാലക്ഷ്മി അഷ്ടകം സമ്പൂർണ്ണം. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.